മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്തയ്ക്കായി നമ്മൾ പോകുന്നത് മുനമ്പത്തേക്കാണ്. വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പം സമരപന്തലിൽ എത്തും. NDS സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മുനമ്പം വിഷയത്തിൽ BJP രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം കോൺഗ്രസും CPIM ശക്തമാക്കുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം നടക്കാൻ പോകുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കിരൺ റിജിജു മുനമ്പത്തേക്ക് വരുമ്പോൾ അതിന് രാഷ്ട്രീയ മാനം ഏറെയുണ്ടല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശന ഷെഡ്യൂൾ ഇന്ന്, വിഷ്ണു? ഉമേഷ്, രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുക. അതിനുശേഷം അദ്ദേഹം BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി ഒരു കൂടിക്കാഴ്ച പറഞ്ഞിട്ടുണ്ട്. അതേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അർഹിക്കുന്ന ഒന്നാണ്. ഈ ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ തങ്ങൾ കൃത്യമായി ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ എന്ത് എന്ന് BJPക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ആ കൂടിക്കാഴ്ചയായി നമ്മൾ അനുമാനിക്കേണ്ടത്. പിന്നീട് 5 മണിയോടുകൂടിയാണ് അദ്ദേഹം മുനമ്പത്തേക്ക് എത്തുക. സമരപന്തൽ സന്ദർശിക്കും. സമരപന്തലിന് പുറമെ BJP സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വഖഫ് ബില്ല് അവതരിപ്പിച്ചതിനുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരണത്തിന്റെ ഭാഗമായാണ് അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. കിരൺ റിജിജുവിന്റെ വരവിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. പ്രത്യേകിച്ച് ഈ മുനമ്പത്തെ വിഷയത്തിൽ അവിടെ BJP വലിയ രീതിയിൽ ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. മറുവശത്ത് കോൺഗ്രസും CPIM ഒക്കെ ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ വരവ്. ഇത് 4ാമത്തെ കേന്ദ്രമന്ത്രിയാണ് മുനമ്പത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുന്നുള്ളത് ഏത് പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലൊരു ചലനമുണ്ടാക്കാനാകുമോ എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായാണ് കിരൺ റിജിജുവിനെ തന്നെ നേരിട്ട് കളത്തിലിറക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോഴും ഒരു പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നത് വഖഫ് ബില്ലൊക്കെ പാസ്സായെങ്കിൽ പോലും ഇതുവരെ മുനമ്പത്തെ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് കണ്ടെത്താൻ ഒരു മുന്നണികൾക്കും ആയിട്ടില്ല. ആ ജനത ഇപ്പോഴും സമരം തുടരുകയാണ്. ഏകദേശം 180ാം ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ടായിട്ടില്ല. അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ ട്രൈബ്യൂണലിലാണ്. പക്ഷേ ട്രൈബ്യൂണലിൽ വിധി പറയുന്നത് ഹൈക്കോടതി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. മന്ത്രിയുടെ വരവോടുകൂടി ആ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരമാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് കിരൺ റിജിജു മുനമ്പത്തെ സമരപന്തലിൽ എത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ സംഘർഷം ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് കേന്ദ്രം വിവിധ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഭാങ്കറിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ കടകൾക്കും വാഹനങ്ങൾക്കും നേരെ ആക്രമണം നടത്തി. 2 പേരെ അറസ്റ്റ് ചെയ്തു. ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട് 200-ലേറെ പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുർഷിദാബാദിൽ ഇന്റർനെറ്റിന് ഏർപ്പെടുത്തിയ നിരോധനം ഇന്ന് അവസാനിക്കും. ഇന്റർനെറ്റ് നിരോധനം നീട്ടും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുതലപ്പൊഴി ഹാർബറിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ മത്സ്യത്തൊഴിലാളികൾ. ഇന്ന് CITU ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിക്കും. ഫിഷറീസ് മന്ത്രിക്ക് കത്തയക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മണ്ണ് നിറഞ്ഞ് പൊഴിമുഖമടഞ്ഞിട്ട് ദിവസങ്ങളായി. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രശ്നം മുൻകൂട്ടി പറഞ്ഞതാണ്. പക്ഷേ ഡ്രഡ്ജിങ്ങിന് കരാറെടുത്തിരുന്ന അദാനി ഗ്രൂപ്പ് പിന്മാറിയതോടെ മണ്ണ് നീക്കം കാര്യക്ഷമമായിട്ടില്ല. പ്രതിഷേധിക്കുമ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കുമെങ്കിലും ഫലപ്രദമായിരുന്നില്ല. 8 മീറ്റർ ആഴത്തിൽ അടിഞ്ഞിട്ടുള്ള മണൽ ഈ രീതിയിൽ നീക്കിയാൽ മഴക്കാലത്തിന് മുമ്പ് പോലും പൊഴി സാധാരണ നിലയിലാകില്ല. ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയതല്ല പൊഴിമുഖത്ത് മണ്ണടിഞ്ഞു കൂടുന്ന പ്രശ്നത്തെക്കുറിച്ച്. അന്നുതന്നെ സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ മത്സ്യബന്ധന ബോട്ടുകൾ പൊയ്ക്കൊണ്ടിരുന്ന ഈ പൊഴിമുഖത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം രൂപപ്പെടില്ലായിരുന്നു.
24 മണിക്കൂറും മണ്ണ് റജ്ജ് ചെയ്ത് മാറ്റേണ്ട ഒരു സംവിധാനം ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണം. മണ്ണ് കോരി കൊണ്ട് ഒരു 10 മണ്ണ് കോരി കൊണ്ടുവന്നത് മണ്ണ് കോരി എടുത്ത് മാറ്റി ഒരു 5 ദിവസത്തിൻ്റെ അകം അതിനൊരു എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഇതൊരു അപകടമാണ്. ഇത് ഇന്നലെ പറയുന്നല്ല, ഞങ്ങൾ കാലങ്ങളോളം പറയുന്നതാണ്. മുതലപ്പൊഴിയിൽ ഈ മണ്ണ് കയറ്റം ഒരു അപകടമാണ്. അത് എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. മെയ് മുതൽ സെപ്റ്റംബർ മാസം വരെ മത്സ്യമേഖലയ്ക്ക് ചാകരയാണ്. കൂടുതൽ മീനുകൾ കിട്ടുന്ന കാലം. കടലിൽ പോകാനായില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും. ഇത് ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവില്ല. ഈ സ്പീഡിൽ ഈ ഒരു 2 JCB കൊണ്ടൊന്ന് ബക്കറ്റിട്ട് മണ്ണ് കോരിയാൽ ഈ കടലിൽ ഞങ്ങൾ വെള്ളം പോകുമ്പോൾ ഞങ്ങളുടെ അപ്പന്മാർ ഈ മരത്തിൽ കട്ടമരത്തിൽ പണിക്ക് പോകുമ്പോൾ ഈ മരത്തിൽ വെള്ളം വരും. അപ്പോഴും ഞങ്ങൾ ഈ കൈ വെച്ച് ഇങ്ങനെ കോരി കളയട്ടെ എന്ന് പറയുമ്പോൾ അപ്പം പറയും കോരിക്കൊണ്ടിരുന്നോളാം പറയും. പക്ഷെ അതൊരിക്കലും പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പനറിയാം ഒരിക്കലും ആ വെള്ളം മാറി തീരത്തില്ലെന്ന്. അതുപോലെയാണ് പിള്ളേരുടെ കയ്യിൽ ബക്കറ്റും കൊടുത്ത് കളിപ്പിക്കാൻ വിട്ടിരിക്കുക. എന്നിട്ട് കോടിക്കണക്കിന് രൂപ മുതലപ്പഴിക്ക് വേണ്ടി ചെലവാക്കിയെന്ന് പറയുന്നത് എന്ത് നീതിയ കാണിക്കുന്ന മത്സ്യമേഖലയോട്? മണ്ണ് നീക്കം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് സംയുക്ത മത്സ്യത്തൊഴിലാളികളും CITയും പ്രതിഷേധം നടത്തുന്നുണ്ട്. കൂടാതെ തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാനാണ് തീരുമാനമെങ്കിൽ പൊഴിയിൽ കുടിൽ കെട്ടി സമരം നടത്താനും ആലോചനയുണ്ട്. കേരളത്തിന്റെ സൈന്യമാണ് തദ്ദേശ അറിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തും തുടങ്ങിയ പല്ലവികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സർക്കാരിന് പറയുന്ന വാക്കിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുന്നേ പരിഹരിച്ചേനെ. മുതലപ്പുഴയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ കേസെടുക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകം. MR അജിത് കുമാറിനെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ എടുക്കാമെന്ന DGPയുടെ ശുപാർശയാണ് സർക്കാരിന് തലവേദനയായത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് MR അജിത് കുമാർ DGPക്ക് മൊഴി നൽകിയതാണ് P. വിജയൻ പരാതിയായി ഉന്നയിച്ചത്. പരാതി നൽകി 1 മാസത്തോളം പിടിച്ചുവെച്ച മുഖ്യമന്ത്രി ജനുവരിയിൽ DGPയോട് ശുപാർശ തേടിയപ്പോഴാണ് കേസെടുക്കാം എന്ന നിർദ്ദേശം നൽകിയത്. വ്യാജമൊഴി ഒപ്പിട്ട് നൽകിയതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഗുരുതര കേസിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചതും ക്രിമിനൽ കുറ്റം എന്നാണ് DGPയുടെ റിപ്പോർട്ട്. അജിത് കുമാർ കാക്കി ധരിക്കുന്ന പോലീസ് സേനയ്ക്ക് അപമാനമെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ യുവതിയുടെ ഇൻസ്റ്റഗ്രാം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കോട്ടയം സ്വദേശി സലീമിനെതിരെ കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തത്. വിഷ്ണു സുരേഷുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കോട്ടയം സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് ഈ കേസ്. ഈ സലീം എന്ന് പറയുന്ന ഇയാള് ഈ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ മോർഫ് ചെയ്ത് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഒപ്പം തന്നെ ഈ ചിത്രങ്ങൾ നിരന്തരമായി ഉപയോഗിച്ച് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കൊച്ചി സൈബർ പോലീസ് കേസെടുത്തത്. ഏറ്റവും ഗൗരവകരമായ കാര്യം, കഴിഞ്ഞ 2 മാസത്തിനിടെ ഏകദേശം 20ഓളം കേസുകളാണ് സമാനമായ സ്വഭാവത്തിൽ കൊച്ചിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. പലരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ദുരുപയോഗം നടക്കുന്നത് വ്യാപകമായി വർദ്ധിച്ചു വരുന്നു എന്നാണ് സൈബർ പോലീസ് പറയുന്നത്. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ കാലാവസ്ഥാ അറിയിപ്പുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് 2 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്നലെ പെയ്ത ഒറ്റപ്പെട്ട ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ അർദ്ധരാത്രി വരെ കേരള തീരത്ത് ഉയർന്ന തിരമാല മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സ് സമരം 65ാം ദിവസത്തിലേക്ക്. മന്ത്രി V. ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും സർക്കാർ തല ഇടപെടൽ ഉണ്ടാകാത്തതിനാൽ സമരം വ്യാപിപ്പിക്കാൻ സമരസമിതി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ. സലീം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, പ്രധാനപ്പെട്ട 2 സമരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ആശമാരുടെയും വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെയും സമരം കടുപ്പിക്കുകയാണല്ലോ 2 കൂട്ടരും. സലീം. ഉന്മേഷ്, ഈ 2 സമരങ്ങളും തുടങ്ങി നിരവധി ദിവസമായിട്ടും സർക്കാർ തലത്തിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇന്ന് 65 ദിവസം കടക്കുന്നു. മാത്രമല്ല അതിൽ പല സമയങ്ങളിലായി പല ഡെവലപ്മെന്റ്സ് ഉണ്ടായതാണ്. പക്ഷെ എന്നിട്ട് പോലും അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം വനിതാ CPOമാരുടെ സമരത്തിൽ
സമരം അത് ഏതെങ്കിലും നിലയിലൊരു ഗുണപരമായ മുന്നേറ്റം ഗുണപരമായ കാര്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. വനിതാ CPOമാരെ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും കഴിഞ്ഞ 13 ദിവസത്തിനിടയിൽ ഏതെങ്കിലും നിലയിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാരിന്റെ ഭാഗത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി പ്രധാനമായും നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി വെറും 4 ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ. അതിനു മുൻപ് ഒരു ചർച്ച ഉണ്ടാകുമോ എന്നുള്ളത് പോലും കൃത്യമായി അറിയില്ല. പക്ഷേ വനിതാ CPOമാരെ സംബന്ധിച്ചിടത്തോളം, റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗം നിർണായകമാണ്. അതിൽ അനുകൂല തീരുമാനമുണ്ടാകും. പിന്നീടും 2 ദിവസം കൂടി കാലാവധി അവസാനിക്കാനിരിക്കും. അവരുടെ കാര്യത്തിൽ സർക്കാരിന്റെയും മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഷുദിനത്തിലും സമരം ചെയ്ത ആശാ വർക്കേഴ്സിന് അമേരിക്കയിൽ നിന്ന് സ്നേഹത്തിന്റെ വിഷു കൈനീട്ടം. ടെക്സാസ് ഹൂസ്റ്റണിലെ പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോർജ് കാക്കനാട്ടാണ് 50,000 രൂപ ആശാ വർക്കേഴ്സ് അസോസിയേഷന് കൈമാറിയത്. സമരപ്പന്തലിന് മുന്നിൽ വിഷുക്കണി ഒരുക്കിയ ആശമാരെ തേടിയാണ് അമേരിക്കയിൽ നിന്ന് വിഷുക്കൈ നീട്ടമെത്തിയത്. അമേരിക്കൻ മലയാളിയും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് കാക്കനാട്ട 50,000 രൂപയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത്. തനിക്ക് രാഷ്ട്രീയമില്ലെന്നും വിഷുദിനത്തിലും സമരം ചെയ്യേണ്ടി വന്ന അമ്മമാരെ ഓർത്താണ് കൈനീട്ടമെന്നും ഡോക്ടർ ജോർജ് കാക്കനാട്ട. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ കുറെ അമ്മമാർ സമരത്തിലാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ അധികാരികൾ സമയമെടുക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നല്ല ദിവസങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊത്ത് വീട്ടിൽ ചെലവഴിക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടി ഞാനൊരു ചെറിയ വിഷു കൈനീട്ടം അയക്കുകയാണ്. എല്ലാവർക്കും വിഷുവിന്റെ നന്മകൾ നേരുന്നു. അമേരിക്കയിൽ നിന്നുള്ള പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി അറിയിച്ച ആശമാർ. ലോകത്തുള്ള എല്ലാവരും ഞങ്ങളെ കാണുന്നു. ഗവൺമെൻറ് ഞങ്ങളെ നിഷേധിക്കുമ്പോൾ, അവർ കണ്ണടച്ച് ഇരുട്ടാക്കുമ്പോൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിഷുദിനമായിട്ട് നല്ലൊരു വിഷു കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ മലയാളിയും പൊതുപ്രവർത്തകനുമായ ഡോക്ടർ ജോർജ് കാക്കനാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ് ഒരു 50,000 രൂപ ഞങ്ങളുടെ ഈ സമരപ്പന്തലിലേക്ക് ഞങ്ങൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സാറിന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. തിരുവല്ല സ്വദേശിയായ ഡോക്ടർ ജോർജ് കാക്കനാട്ട മെയ് 3 ഹൂസ്റ്റൺ ഷുഗർലാൻഡ് സിറ്റി കൗൺസിലിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടിയാണ്. 24 തിരുവനന്തപുരം. അരുത് ലഹരി, അരുത് അക്രമം എന്ന സന്ദേശവുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്ര തുടരുകയാണ്. SKN40 കേരള യാത്രയുടെ കോഴിക്കോട് ജില്ലാ പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിന്ന് യാത്ര ആരംഭിക്കും. പൊതുജനങ്ങൾ, സാമൂഹിക, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും. 8 മണിക്ക് മാനാഞ്ചിറയിലും 9 മണിക്ക് മിഠായി തെരുവിലും യാത്രയെത്തും. എരഞ്ഞിപ്പാലം സൈലം, പെരിങ്ങോളം മിൽമ, മർക്കസ് അക്കാദമി എന്നിവിടങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി കോഴിക്കോട് ജില്ലയിലെ ആദ്യ ദിനം അവസാനിക്കും. നാളെ മുക്കം ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന SKN40 യാത്ര ബാലുശ്ശേരിയിലാണ് സമാപിക്കുന്നത്. തുടർന്ന് 17, 18 തീയതികളിൽ കണ്ണൂരും 19 കാസർഗോഡും യാത്രയെത്തും. 20 കോഴിക്കോട് കടപ്പുറത്ത് വൈകുന്നേരം 4 മണിക്കാണ് യാത്രയുടെ സമാപന സമ്മേളനം നടക്കുക. CPIMന്റെ പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്ന് അറിയാം. നിലവിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ രാവിലെ ചേരുന്ന ജില്ലാ നേതൃയോഗത്തിലാകും തീരുമാനം. അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ആരാണ് പുതിയ ജില്ലാ സെക്രട്ടറി ആവുക? M പ്രകാശനോ അതോ KK രാഗേഷോ? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആ ജില്ലാ നേതൃയോഗത്തിലായിരിക്കും പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. നിലവിൽ 2 പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളത്. അതിൽ ഒന്ന് M പ്രകാശനാണ്. M പ്രകാശനെ ഈ കഴിഞ്ഞ സമ്മേളനത്തിലാണ് സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത്. അത് ജില്ലാ സെക്രട്ടറിയായി പരിഗണിക്കാനാണ് എന്ന ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായി ഉയർന്നു കേട്ടിരുന്നു. അതുകൊണ്ട് M പ്രകാശനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മറ്റൊരു പേര് നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷിന്റേതാണ്.
കെ രാഗേഷിനെ സംഘടനാ രംഗത്ത് സജീവമാക്കി കൊണ്ടുവരിക എന്ന ഒരു നീക്കം അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനമുണ്ട് എന്ന സാധ്യതകളും സൂചനകളും പുറത്തു വന്നിരുന്നു. കെ രാഗേഷിന്റെ പേരും എന്തായാലും ഇപ്പോൾ സജീവമായി ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ TV രാജേഷിന്റെ പേര് കൂടി സാധ്യതാ പട്ടികയിൽ ഉയർന്നു കേട്ടിരുന്നെങ്കിലും TV രാജേഷിനെ സെക്രട്ടറി ആക്കുന്നതിൽ ഒരു വിഭാഗം കടുത്ത എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് എന്തായാലും പുറത്തു വരുന്ന വിവരം. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിനെ കൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടേക്ക് കൂടി ഇന്ന് തെരഞ്ഞെടുക്കും. സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റും തെരഞ്ഞെടുക്കും എന്നതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടെ ജില്ലാ കമ്മിറ്റി യോഗം തുടങ്ങും. അതിലായിരിക്കും പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗിന് പിന്നാലെ മണ്ഡലം കൺവെൻഷനുകളുമായി കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു. ഇന്ന് ചുങ്കത്തറയിൽ നടക്കുന്ന ജില്ലാ നേതൃത്വ കൺവെൻഷൻ ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ക്രിസ്ത്യൻ വോട്ടുകൾ 20% മണ്ഡലമാണ് നിലമ്പൂർ. പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കൺവെൻഷനുകളുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ തവണ PV അൻവർ 2700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ച മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ നിർണായകമാണ്. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ സെബാസ്റ്റ്യന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്നലെ ഉന്നതിയിൽ എത്തിച്ചെങ്കിലും കനത്ത മഴയെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സെബാസ്റ്റ്യന്റെ കുടുംബത്തിനുള്ള അടിയന്തര ധനസഹായം ഇന്ന് കൈമാറിയേക്കും. 5 ലക്ഷം രൂപയാണ് അടിയന്തര ധനസഹായമായി കൈമാറുക. കോഴിക്കോട് ഫറൂഖിൽ പീഡനത്തിന് ഇരയായെന്ന 15-കാരിയുടെ വെളിപ്പെടുത്തലിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ ഇന്ന് CWCക്ക് മുൻപാകെ ഹാജരാകും. വിദ്യാർത്ഥികൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സമപ്രായക്കാരായ 2 സുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ചതായും ഒപ്പമുണ്ടായിരുന്ന 11-കാരൻ ദൃശ്യങ്ങൾ പകർത്തി എന്നുമാണ് പരാതി. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ പരാതികൾ സ്വീകരിക്കാനുള്ള ലോക്പാലിന്റെ അധികാരം സംബന്ധിച്ച കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ BR ഗവായ്, സൂര്യകാന്ത്, അഭയസ് കുക്ക എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മുൻപ് വാദം കേൾക്കലിനിടെ ജസ്റ്റിസ് ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിനെ ആമിക്കസ് ക്യൂറിയായി നിയമിച്ചിരുന്നു. ഇടുക്കി തൊടുപുഴയിൽ വളർത്തുനായയോട് ഉടമയുടെ ക്രൂരത. മദ്യലഹരിയിൽ നായയെ ശരീരമാകെ വെട്ടി പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചു. വിളിച്ചിട്ട് വരാത്തതിനായിരുന്നു ക്രൂരത. സംഭവത്തിൽ ഷൈജു തോമസ് എന്നയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്തു നിന്നാണ് അനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തുന്നത്. വഴിയാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. നായനെ ഓണർ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ഒരു മാരകമായ വെട്ട്, ഒരു 10ഓളം വെട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. എൻ്റെ തലയ്ക്ക് സ്കള്ളിന് തന്നെ വെട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്, ഒരുപാട് ബ്ലഡ് പോവുകയും ചെയ്ത നായ ക്ഷീണിതനായിരുന്നു ഭയങ്കരമായിട്ട്. അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ നായയെ ഉപദ്രവിച്ചതിന് ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. തെരുവിൽ അലഞ്ഞുതിരിയുന്നതും ഉടമകൾ ഉപേക്ഷിച്ചതുമായ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രമോ ചികിത്സാ സൗകര്യങ്ങളോ ജില്ലയിലില്ലെന്നും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും ഇവർ പറയുന്നു. 24 ഇടുക്കി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഷു കാഴ്ചകളിലേക്ക് കൺതുറന്ന് സൗദിയിലെ മലയാളി പ്രവാസികളും കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും പുതുവസ്ത്രമണിഞ്ഞും വിഷു ആഘോഷിച്ചു. ദമാമിൽ നിന്ന് സുബൈർ ഉദിനൂർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല നാളെയിലേക്ക് കണികണ്ടുണരാൻ സൗദിയിലെ മലയാളി പ്രവാസികളും കാത്തിരിക്കുകയായിരുന്നു. വിഷുവെന്നാൽ കണിയും കൈനീട്ടവും വിഷുസദ്യയും തന്നെയാണ് പ്രധാനം. അങ്ങനെ ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും ഉത്സവത്തെ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയുമെല്ലാം പ്രവാസികളും വരവേറ്റു. ഒപ്പം വരും വർഷം മുഴുവനും ഐശ്വര്യപൂർണ്ണമാക്കാനുള്ള പ്രാർത്ഥനയും. പ്രവൃത്തി ദിനമാണ് വിഷു വന്നെത്തിയത് കൊണ്ട് തന്നെ വിപുലമായ ആഘോഷ പരിപാടികളെല്ലാം വാരാന്ത്യ അവധിയിലേക്ക് മാറ്റിയവരുമുണ്ട്. എന്നാലും ആവും വിധം ഒരിടത്ത് ഒത്തുകൂടുകയും വിഷുസദ്യ ഒരുക്കിയുമെല്ലാം മലയാളികൾ വിഷുവിനെ വരവേറ്റു. വിഷു ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ. ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടിയൊക്കെയാണ് വിഷു ആഘോഷങ്ങൾക്കായിട്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ മേടമാസം പിറക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും
പുതുവത്സരാശംസകൾ, വിഷു ആശംസകൾ. പക്ഷേ നാട് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദന കൂടിയാണ്. പക്ഷേ നാട്ടിലെയും ഇവിടുത്തെയും വിഷുവും ആഘോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. നാട്ടിൽ ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് വിഷു എന്നത് തീരും. പക്ഷേ നമുക്കിവിടെ പ്രവാസികൾക്ക് ഇന്ന് വിഷു ആരംഭിക്കുകയാണ്. നമ്മുടെ ഈദ് കഴിഞ്ഞു, അതുപോലെ തന്നെ ഈസ്റ്ററും കൂടെ വരികയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇനി ശരിക്കും നമ്മളെ പ്രവാസികളുടെ ഇടയിൽ വരാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്കുള്ളത്. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുസദ്യക്കായുള്ള നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റുകളിൽ. 33 ഇനം വിഭവങ്ങളാൽ സമൃദ്ധമായിരുന്നു ഇവിടുത്തെ വിഷുസദ്യ. ബാച്ചിലറായി കഴിയുന്നവരെല്ലാം വിഷുസദ്യക്കായി റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തി. 4 സ്ഥലത്തായിട്ടുണ്ടായിരുന്നവരാണ്. നമ്മൾ ഈ വിഷു സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണ്. നമ്മുടെ മലയാളി തനിമ വിളിച്ചു പോകുന്ന ഒരു ആഘോഷമാണല്ലോ വിഷു. അപ്പോൾ അത് നമ്മൾ സൗദിയിലാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള ഇതിൽ ആഘോഷിക്കാം. വിഷുക്കാലത്തെ നാട്ടിലെ പഴയ ഓർമ്മകൾ ഓർത്തെടുത്തും അവയെല്ലാം അയവിറക്കിയും അവർ ആഘോഷിച്ചു. നാട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചും. വിഷുദിനത്തിൽ ഒത്തുകൂടാൻ റെസ്റ്റോറൻറ്റുകളെ തിരഞ്ഞെടുത്ത കുടുംബങ്ങളുമുണ്ട് ഏറെ. ഈ ജോലി തിരക്കുകൾക്കിടയിൽ വീട്ടിൽ ഇതുപോലെ ഒരു വിഷു സദ്യ ഒരുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ, ഈ ഒരു തറവാട് റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി. ജോലി, സ്കൂള് എല്ലാം ഇല്ലാത്തപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. കണി കണ്ടും കൈനീട്ടം കൊടുത്തും വിഷുസദ്യ ഒരുക്കിയുമെല്ലാം സൗദിയിലെ മലയാളി പ്രവാസികളും കെങ്കേമമാക്കുന്നു ഈ വിഷുക്കാലത്തെ. ദമാമിൽ നിന്നും സുബൈറുദ്ദീനൂർ, 24. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റ്. ഇതിനെ തുടർന്ന് ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മുഴുവൻ സെഷനുകൾക്കും ഇന്ന് അവധി നൽകി. ശക്തമായി പൊടിക്കാറ്റ് വീശുന്നത് മൂലം ദൂരക്കാഴ്ച കുറയാൻ സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പൊടിക്കാറ്റ് മൂലം വിമാന സർവീസുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ എയർപോർട്ടിലേക്ക് പുറപ്പെടും മുൻപ് വിമാന അധികൃതരുടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി എൽ സാൽവദോർ പ്രസിഡന്റ് നായ് ബുക്ലി. കൊടും കുറ്റവാളി എന്ന് കരുതി ട്രംപ് ഭരണകൂടം നാടുകടത്തിയ കിർമാർ അബ്രഗോ ഗാർസിയെ തിരികെ അമേരിക്കയ്ക്ക് കൈമാറില്ല എന്ന് ബുക്ലി വ്യക്തമാക്കി. അബ്രഗോയെ കൈമാറണമോ എന്നതിൽ എൽ സാൽവദോറിന് തീരുമാനമെടുക്കാമെന്ന് US അറ്റോർണി ജനറൽ അറിയിച്ചു. വെനസ്വേലൻ കുടിയേറ്റക്കാരെ എൽ സാൽവദോറിലെ കുപ്രസിദ്ധമായ സെക്കോട്ട് ജയിലിലേക്കാണ് നാട് കടത്തുന്നത്. IPL ഇന്ന് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടമാണ്. രാത്രി 7:30 മൊഹാലിയിലാണ് മത്സരം. 6 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റോടെ കൊൽക്കത്ത 5ാം സ്ഥാനത്തും 5 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റോടെ പഞ്ചാബ് 6ാം സ്ഥാനത്തുമാണ് നിലവിൽ. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാകുന്നു.